അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയാം, നമ്മുടെയൊക്കെ കുട്ടികളടക്കം പറയുകയാണ്, നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി നോക്കാറുണ്ടോ? ഇല്ല. അതായത് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കണം, ഒരു വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം, ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കണം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ക്വാളിറ്റി നോക്കുമോ? ഇല്ല. എന്തെങ്കിലും ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു വാരി തിന്നുക. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കിട്ടുന്ന ഭക്ഷണം ആസ്വദിച്ച് രുചിച്ച് നമ്മൾ കഴിക്കാറുണ്ടോ? ഇപ്പോൾ ഒരു ചിക്കൻ കറി കിട്ടി, കഴിഞ്ഞു. വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ കിട്ടുന്ന ഭക്ഷണം വാരി വലിച്ച് തിന്നുക. ഒരു ഭക്ഷണ രീതിക്ക് നമ്മൾ ആരും ക്വാളിറ്റി നോക്കാറില്ല. ഉണ്ടോ? ഇല്ല. അതായത് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വയറിന് നല്ലതാണോ ഈ ആഹാരം എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ കൊടുക്കുന്ന കാശിന്, അതായത് കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലതാണോ, നമ്മുടെ ശരീരത്തിന് നല്ലതാണോ, നമ്മുടെ വയറിന് നല്ലതാണോ എന്ന് ആലോചിച്ച് നോക്കി നല്ല ഫുഡ് തിരഞ്ഞെടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് നിലനിൽക്കും. നമ്മുടെ ആരോഗ്യം നല്ല സൂപ്പറായിട്ട് പോകും. ശരീരത്തിന് നല്ലതായിരിക്കും. കുറേ നാൾ ആയുസ്സും ആരോഗ്യം ബലവും കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരും നോക്കുന്നില്ല. കാരണം പുറത്ത് പോയി ഫുഡ് കിട്ടുന്ന വലിച്ചു വാരി തിന്നുക. ഇപ്പോൾ 100 ആയാലും 500 ആയാലും 1000 ആയാലും നമ്മൾ വലിച്ചു വാരി തിന്നുക. ദഹനമില്ല, വയറിന് പ്രശ്നം, ശരീരത്തിന് പ്രശ്നം, ഹോസ്പിറ്റലിൽ പോവുക, അതിനനുസരിച്ച് ബില്ലടയ്ക്കുക. എത്ര കാശ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇപ്പോൾ ഒരു കാച്ചിൽ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്. ഇപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചിക്കനൊക്കെ ഈ പുറത്തുനിന്ന് ഓരോ ഇപ്പോൾ വിഷമടിച്ച സാധനങ്ങളാണ് കിട്ടുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഈ കാച്ചിൽ, ചേമ്പ്, ചേനയൊക്കെ പുഴുങ്ങിയ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. നമ്മുടെ വയറിന് നല്ലതായിരിക്കും. ഒരു 2 കാന്താരിമുളക്, ചുവന്നുള്ളി, ഇച്ചിരി ഉപ്പും പുളി ഇട്ടിട്ട് ഞെരടി അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കുട്ടികൾക്കും കൊടുത്തത് സൂപ്പറായിരിക്കും. ചോറ് വയ്ക്കുമ്പോൾ ചോറിൻ്റെ കൂടി ചമ്മന്തിയൊക്കെ അരച്ച് അലിയിച്ച് തൈരിട്ട് എന്തെങ്കിലും പച്ചക്കറി മെഴുക്കുവരട്ടി എന്തെങ്കിലും ഇട്ട് കഴിച്ച് കുറച്ച് മിതമായ ആഹാരം കഴിച്ചു വയ്ക്കുക. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതുപോലെ നൈറ്റ് കുറേ കിട്ടുന്ന വലിച്ചു വാരി തിന്നാതെ നമ്മൾ മിതമായിട്ട് ഇച്ചിരി കഞ്ഞി, ചെറുപയർ, ഒരു പപ്പടം, കുറച്ച് അച്ചാർ, ഇതെല്ലാം കൂടി ഇച്ചിരി തൈരും കൂടി ഇട്ട് നല്ലോണം കുഴച്ചുരുട്ടി കഴിച്ചാണ്ടല്ലോ സൂപ്പറായിരിക്കും. നമ്മുടെ കുഴിമന്തി, ചിക്കന്, അൽഫാം എല്ലാം മാറി നിൽക്കും. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതുകൊണ്ട് ആഹാരം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്, വയറിന് നല്ലതാണോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആഹാരം കഴിക്കുക. നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ ശീലിക്കുക. നമ്മളിപ്പോഴേ പൈസ കൊടുത്ത പിള്ളേരെ പുറത്ത് പോയി ഫുഡ് കഴിപ്പിച്ച് അവരുടെ വയറിന് കേട്, പിന്നെ നാളെ ഒരു അസുഖം വരും, ആരോഗ്യം പോകും. അതൊക്കെ നമ്മൾ നോക്കി നമ്മൾ പിള്ളേരെ നമ്മുടെ കുടുംബം അടക്കം നമ്മളടക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ആയുസ്സും ആരോഗ്യത്തോടെ അസുഖമൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെറും വയറ്റിൽ നല്ല ഇളം ചൂടുവെള്ളം കുടിക്കുക. അത് വയറിന് നല്ലതാണ്. പിന്നെ തൈര് കഴിക്കുക. ആഹാരത്തിൽ തൈര്, കുക്കുംബർ, ക്യാരറ്റ്, ഇതൊക്കെ നമ്മൾ വിശക്കുമ്പോൾ അതൊക്കെ കഴിച്ചാൽ മതി. അല്ലാതെ ഈ വറപൊരി സാധനങ്ങൾ, എണ്ണ പലഹാരം അതെല്ലാം പാടെ ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരം നല്ലതായിരിക്കും, വയറ് നല്ലതായിരിക്കും, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. പല അസുഖങ്ങളും മാറി നിൽക്കും. അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക, നമ്മളും അങ്ങനെ ശീലിക്കുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.